ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈനിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള, അതായത് സർവേസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഓൺലൈനിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അടിപൊളി മെത്തേഡാണ് ഞാൻ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഓരോ റിസർച്ചേഴ്സിന് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു സിറ്റുവേഷൻസിൽ ഹ്യൂമൻസ് എല്ലാം എങ്ങനെ ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു സർവേ അല്ലെങ്കിൽ നമുക്കൊരു നോർമലായിട്ടുള്ള വർക്ക് അസൈൻ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ ഇത് ചെയ്യുന്നു, അതുപോലെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള റിസർച്ചേഴ്സൊക്കെ വേൾഡിൽ നടക്കും. സോ നിങ്ങൾ ഇന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ടൈം നമ്മൾ ഇതേപോലത്തെ വേൾഡിൽ നടക്കുന്ന വളരെ ടോപ്പ് ആയിട്ടുള്ള റിസർച്ചേഴ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുക. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും ഷെയർ ചെയ്യേണ്ട. അവർക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നോർമൽ ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ ആൻസർ ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ടച്ച് ചെയ്യാത്ത നോർമൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അതിനുള്ള നമ്മൾ ആൻസർ കൊടുക്കുന്നതിന് നമുക്കൊരു ഇത് തരും. അതായത് നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്താൽ നമുക്ക് $100, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ചെയ്താൽ നമുക്ക് $50, അങ്ങനെ പല റേറ്റിനനുസരിച്ച് നമുക്ക് തരും. ചില പ്രൊജക്ട്സ് ഒക്കെ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ചിലത് ചിലപ്പോൾ 1 മണിക്കൂർ വരെ നീളമുണ്ട്. അപ്പോൾ ചില പ്രൊജക്റ്റ് 1 മണിക്കൂറുള്ള പ്രൊജക്ട്സ് ഒക്കെ $100, $150 ഒക്കെ നമുക്ക് കിട്ടും. സോ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ എത്ര എമൗണ്ട് ആയിരിക്കും. കുറച്ച് ഹ്യൂജ് ആണ്. നമുക്കത് നല്ലൊരു വരുമാനമായിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ആ വെബ്സൈറ്റിൻ്റെ പേര് respondent.io എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് കാണിക്കാൻ പോകുന്ന ആ പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. സോ ഞാൻ ഇങ്ങനെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. കുറച്ച് ഡിലേ ആവാതെ പെട്ടെന്ന് കിട്ടി നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യണം നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ respondent.io എന്ന വെബ്സൈറ്റിലേക്ക് പോവാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പോവാം. സോ ഈ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ മുതൽ നിങ്ങൾക്ക് കാണാം, അതായത് വേൾഡിലെ ഹയസ്റ്റ് ക്വാളിറ്റി റിസർച്ചസ് നടക്കുന്നത് ഈ വെബ്സൈറ്റിലാണ്. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കമ്പനീസിനും ഒക്കെ അവരുടെ റിസർച്ച് ചെയ്യാൻ പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് വേണം. സോ ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ respondent.io എന്ന വെബ്സൈറ്റ്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അധികം നല്ല പ്രൊജക്ട്സ് ഒക്കെ അതിൽ വരുന്ന പ്രൊജക്ട്സ് പറഞ്ഞാൽ ഭയങ്കര ഹൈലി പെയ്ഡ് പ്രൊജക്ട്സ് ആണ്. സോ അതിനനുസരിച്ചിട്ടുള്ള വർക്കും ഉണ്ടായിരിക്കും കുറച്ചൊക്കെ. സോ ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ടൈപ്പിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. അതായത് റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള റിസർച്ചർ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിസർച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള റെസ്പോണ്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് 4 റെസ്പോണ്ടൻസിന് ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യാം. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവരിവിടെ സൈൻ അപ്പ് എന്ന് ചോദിക്കും. അത് ഗെറ്റ് പെയ്ഡ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ റിസർച്ച് സ്റ്റഡീസ്. നമ്മളത് നിങ്ങൾ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യാം. സോ ഇതിൽ 2 മെത്തേഡ്സ് ആണ് മെയിനായിട്ട് സൈൻ അപ്പ് ചെയ്യാൻ. അത് നമ്മുടെ പ്രൊഫൈൽ പ്രൂവ് ആണ്. നമ്മൾ ഇമെയിൽ ID ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഫേക്ക് ആയിട്ടുള്ള പ്രൊഫൈൽസ് പല മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 2 മെത്തേഡ്സ് ആണ്. അതായത് ഒന്ന് ലിങ്ക്ഡിൻ മെത്തേഡും പിന്നെ ഫേസ്ബുക്കും. സോ നിങ്ങൾക്ക് ഫേസ്ബുക്കോ ലിങ്ക്ഡിനോ ഏത് വേണമെങ്കിലും വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാം. സോ ഞാൻ ചെയ്തേക്കുന്നത് ലിങ്ക്ഡിൻ ആണ്. കാരണം കുറച്ചും കൂടിയും എൻ്റെ പ്രൊഫൈലൊക്കെ അതിൽ ഉണ്ടാവുന്നുണ്ട്. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത് പ്രശ്നമല്ല, നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചിട്ട് അവർക്ക് വെരിഫൈ ചെയ്യാം. അതുപോലെ നിങ്ങൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് നിങ്ങളനുസരിച്ച് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോജക്ട്സ് അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. സോ ഞാനിപ്പോൾ ആൾറെഡി അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് ഇനിയൊരു തവണ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. പക്ഷേ വളരെ ഈസിയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു പറഞ്ഞുതരാം എന്താ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കോ ലിങ്ക്ഡിനോ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് സൈൻ അപ്പ് വിത്ത് ലിങ്ക്ഡിൻ ഓർ സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോയി വെരിഫൈ ചെയ്തിട്ട് അവർ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ജസ്റ്റ് വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവർ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കും. അത് നിർബന്ധമായിട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു സേഫർ സൈഡിന് നിങ്ങളെ മൊബൈൽ നമ്പർ കൂടെ ആഡ് ചെയ്യണതാണ് ബെസ്റ്റ്. അവരൊരു OTP അയക്കും, അത് വെരിഫൈ ചെയ്യണം.
അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നമ്മുടെ നിങ്ങളിപ്പോൾ ഏത് സ്ഥലത്താണുള്ളത്, ഇന്ത്യയിലാണെങ്കിൽ അത് ആ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാം. അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ എന്താ വർക്ക് ചെയ്യണേ, അതുപോലെ നമുക്ക് എന്തൊക്കെ ടെക്നോളജീസ് എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാം. അത് ജസ്റ്റ് അവർ ചോദിക്കുന്നത് നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആൻസർ ചെയ്യാം. കാരണം ഇതിലൊരു ചിലപ്പോൾ ചില പ്രോജക്ട്സ് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിന് മാത്രം, അല്ലെങ്കിൽ ആർട്സ് എടുത്ത ഒരാൾക്കാണെങ്കിൽ ആർട്സിനുള്ള, അതായത് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് പ്രോജക്ട്സ്, അങ്ങനെ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ഇവിടേക്ക് വരുന്നുണ്ട്. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് അവർക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്. സോ നിങ്ങളിതെല്ലാം പ്രോസസ്സ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യുക. സോ ഞാൻ അപ്പോൾ ഡയറക്റ്റായി ലോഗിൻ ചെയ്യാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അടുത്തത് കാണാം നമുക്ക്. സോ വൺസ് നിങ്ങളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡെസ്ക്ടോപ്പ് കാണാം നിങ്ങൾക്ക്. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്, സോ ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുമ്പോൾ ഈ പ്രോജക്ട്സ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് അതൊരു 0 ആയിട്ട് കാണിക്കും. പക്ഷേ ഒരു ജസ്റ്റ് ഒരു 2-3 ഡേയ്സ് നിങ്ങൾ വിടുക. അപ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ വരും. അത് നിങ്ങളുടെ പ്രൊഫൈൽ അവർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പ്രൊജക്ട്സ് ആണ് കറക്റ്റായിട്ട് അസൈൻ ചെയ്യേണ്ടതെന്ന് അവർ കുറച്ച് ടൈം എടുക്കും. എനിക്കിനെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും എനിക്ക് ഇതിൻ്റെ ഇമെയിലിന് വന്നത്. അതായത് അവർ നിങ്ങൾക്ക് ഇമെയിൽ അയക്കും. അതിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ആ ഫേസ്ബുക്കിന് ഉപയോഗിച്ച് ഇമെയിൽ ഐ ഡി ഇല്ല, അതിലേക്ക് നിങ്ങൾക്കൊരു ഇമെയിൽ വരും. അതായത് ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോജക്ട്സ്, ഇപ്പോൾ എനിക്ക് 2 ഇമെയിൽസ് വന്നു. അതായത് 2 പ്രോജക്ട്സ് നിങ്ങളുടെ പ്രൊഫൈലായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ 2 പ്രോജക്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോജക്ട്സ് ഒക്കെ നിങ്ങളുടെ പേരിൽ അസൈൻ ചെയ്തിട്ടുള്ള, അത് നിങ്ങളുടെ പ്രൊഫൈലിൽ മാച്ചിങ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. സോ ഞാൻ ആക്ച്വലി ജപ്പാനിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്കുള്ള കുറച്ച് പ്രോജക്ട്സ് ജാപ്പനീസിലാണുള്ള പ്രോജക്ട്സ് ഒക്കെ ആണ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ എനിക്ക് 2 പ്രോജക്ട്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ $50 ആണ്. അത് 20 മിനിറ്റിൻ്റെ പ്രോജക്റ്റാണ്. പിന്നെ ഉള്ളത് ഒരു $5 പ്രോജക്റ്റാണ്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ലോഡ് മോർ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ പ്രോജക്ട്സ് ഒക്കെ നമുക്കിങ്ങനെ ആഡ് ചെയ്ത് വരും. നിങ്ങൾക്ക് കാണാം എനിക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് $115 ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് 60 മിനിറ്റിൻ്റെ പ്രോജക്റ്റാണ്. അത് കുറച്ചുകൂടി ആഷോർ പോർട്ടലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പിന്നെ ഒരു പ്രോജക്റ്റ് നോക്കുകയാണെങ്കിൽ വെർച്വൽ മെഷീൻ സ്കെയിലിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അതായത് $90 ഒരു പ്രോജക്റ്റ്. അങ്ങനെ നോക്കണോ, ഇത് ഇത്രയേ ഉള്ളൂ തോന്നുന്നു. ഇല്ല ഒന്നും കൂടി ഉണ്ട്. സീക്കിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽസ്, അങ്ങനെ പലതരത്തിലുള്ള ഇതൊക്കെ ഞാനിപ്പോൾ ഉള്ള ജാപ്പാനിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ്. സോ ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിൽ നിന്നോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ആ സ്ഥലത്തിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആയിരിക്കും പറയുക. അപ്പോൾ ഈ പ്രോജക്ട്സിന് നിങ്ങൾക്ക് വന്നോളുന്നില്ല, ഡിഫറെൻറ്റ് പ്രോജക്ട്സ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു എഞ്ചിനീയർ ആണ്. സോ അതുകൊണ്ടാണ് എനിക്ക് വരുന്ന പ്രോജക്ട്സ് എല്ലാം അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ് വരുന്നത്. സോ നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പ്രോജക്ട്സ് നിങ്ങൾക്ക് വന്നോളൂ. ഓക്കെ, സോ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഇങ്ങനത്തെ പ്രോജക്ട്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലിന് മാച്ച് ആയിട്ടുള്ള പ്രോജക്ട്സ് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മുടെ പ്രൊഫൈൽ അവർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെത്തേഡൊന്നുമില്ല, പക്ഷേ അവർ നമ്മുടെ പ്രൊഫൈലിൽ മാച്ചിങ് ആയിട്ടുള്ള ജോബ്സ് ഷെയർ ചെയ്യുള്ളൂ. സോ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് പേഷ്യൻ്റ് ആയിട്ടിരിക്കാൻ, ഉടനെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഉടനെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. സോ കുറച്ച് ടൈം എടുത്തിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് കിട്ടും. സോ എനിക്ക് അങ്ങനെയാണ് വന്നത്. ഞാൻ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്തപ്പോൾ എനിക്ക് പ്രോജക്ട്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രോജക്റ്റ് അവർ തന്നെ അയക്കാൻ ചെയ്തു. സോ ഇതൊക്കെയാണ് ഓരോ പ്രോജക്ട്സ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പ്രോജക്ട്സ് ആവുമ്പോൾ, ഇപ്പോൾ എനിക്ക് തന്നെ ഇവിടെ കുറേ പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ ഷെയറിങ് ഇനി ഉണ്ടോ, എനിക്ക് പ്രോജക്ട്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത്ര പ്രോജക്ട്സ് എനിക്ക് ചെയ്യാണ്ട്. സോ ഇതിലിപ്പോൾ എല്ലാ പ്രോജക്ട്സും നമ്മളെ കൊണ്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ചെയ്യണമെന്ന് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്താൽ മതി. സോ അതിനനുസരിച്ചിട്ടുള്ള ടൈമും എഫേർട്ടും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് അത്രയും പേ തരുന്നവർ. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ എപ്പോഴും മാക്സിമം ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മാക്സിമം ടൈമും എഫേർട്ടും എടുത്തിട്ടാണ് ചെയ്യുക. കാരണം നമുക്ക് ബെസ്റ്റ് കൊടുത്താൽ അവർക്ക് ബെസ്റ്റായിട്ട് നമുക്ക് ഇൻകം തരത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, പേയ്മെൻറ്റ് മെത്തേഡ് Paytm മാത്രമേ ഉള്ളൂ. കാരണം മോസ്റ്റ്ലി നമ്മുടെ ഇന്ത്യൻ്റെ പുറത്തുള്ള വെബ്സൈറ്റ്സൊക്കെ ഈ എന്താ പറയുക USDയിൽ
പേ ചെയ്യുന്ന മോസ്റ്റ് എല്ലാ വെബ്സൈറ്റ്സും Paytm ചെയ്യില്ല. കാരണം Paytm കുറച്ചുകൂടി നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സോ അവർ ഇവർക്കൊക്കെ വേൾഡ് വൈഡ് മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അവർ മാക്സിമം വേൾഡ് എല്ലാവർക്കും ആക്സസബിൾ ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ് അവർ മോസ്റ്റ്ലി ചൂസ് ചെയ്യുക. സോ അതുകൊണ്ട് ഇവർ ചൂസ് ചെയ്യുന്നത് പേപാലാണ്. Paytm അല്ല, പേപാലാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു Paytm വളരെ ഈസിയാണ്. ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. സോ അതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്ര നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ പ്രോജക്ട്സ് ഒക്കെ ഫിനിഷ് ചെയ്യുമ്പോൾ ആ പ്രോജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് എത്ര പ്രോജക്ട്സ് നിങ്ങൾക്ക് ഇത് ചെയ്യാണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സ് എത്ര ഉണ്ട് അതെല്ലാം ഇവിടെ കാണിക്കും. ഓക്കെ, സോ അത് എങ്ങനെ വെച്ചാൽ ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോഴും നിങ്ങൾ ആ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യണം. അതായത് നിങ്ങൾ നന്നായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അവർ ചോദിക്കുന്ന ആൻസേഴ്സിന് കറക്റ്റായിട്ട് റെസ്പോൺസ് കൊടുത്ത് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യും. അതായത് $100 അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോജക്റ്റിന് നിങ്ങളത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് അവർ നോക്കും. എന്നിട്ട് അവർ നിങ്ങൾക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ടോട്ടലായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഇവർ പറയുന്ന പോലെ സൈനപ്പ് റെഫറൽ ഉണ്ട്. അതായത് നിങ്ങളുടെ ലിങ്ക് മൂലം ആരെങ്കിലും എന്താ പറയുക സൈനപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡോളേഴ്സ് ഇവർ പറയുന്നത് $20 പക്ഷെ ജസ്റ്റ് ഒരു സൈനപ്പ് മാത്രം ഉണ്ടായിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്ട്സിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴേ അവർക്ക് ആ സൈനപ്പ് ബോണസ് കിട്ടുന്നുണ്ടാവുള്ളൂ. ബട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ആ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഒരു കുറച്ച് വരുമാനം ഉണ്ടാക്കാം. സോ അവർ പറയണത് $20. സോ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ റെഫർ ചെയ്യണം, അതുപോലെ ആ പ്രോജക്ട്സ് അവർ ടേക്ക് ഓവർ ചെയ്യണം. ഏതെങ്കിലും ഒരു പ്രോജക്ട്സിൽ അവർ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് $20 കിട്ടുള്ളൂ. കാരണം അത് ജസ്റ്റ് ഒരു $100 കണക്കല്ല. $20 എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെറുതെ അവർ തരത്തില്ല. അതുകൊണ്ട് നമ്മൾ റെഫർ ചെയ്യുന്ന ആൾ കൂടി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കാശ് ഉണ്ടാക്കാം. റെഫറിൽ നിന്നും കാശ് ഉണ്ടാക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ മെത്തേഡ്. സോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഷെയർ ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻസിൽ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. സോ ഞാൻ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു കോൺടാക്റ്റിനുള്ള ഇമെയിൽ ID കൂടി ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിൽ പേഴ്സണലായിട്ട് അതിൽ ചോദിച്ചാൽ മതി. ഞാനത് റെസ്പോണ്ട് ചെയ്യാം. സോ എനിക്ക് അറിയണ പോലെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണ്.